UDF തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രഖ്യാപിച്ച സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി തിരിച്ചടിക്കുമെന്ന ആശങ്കയിൽ KSRTC. പദ്ധതി നടപ്പിലാക്കിയാൽ കോടികളുടെ നഷ്ടമാകും കോർപ്പറേഷനുണ്ടാകുകയെന്ന് കണക്കുകൾ. ചർച്ച കൂടാതെ പദ്ധതി നടപ്പാക്കിയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് സംഘടനാ നേതാക്കളുടെ പ്രതികരണം. UDFിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എന്നാൽ ശമ്പളം, പെൻഷൻ വിതരണം എന്നിവയിൽ കിതച്ച് മുന്നോട്ടു പോകുന്ന KSRTCക്ക് കനത്ത പ്രതിസന്ധിയാകും സൗജന്യ യാത്ര സമ്മാനിക്കുക എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രതിദിനം KSRTC ആശ്രയിക്കുന്നത് 25 മുതൽ 29 ലക്ഷം യാത്രക്കാരാണ്. ഇതിൽ ഭൂരിഭാഗവും പേരാകട്ടെ സ്ത്രീ യാത്രികരും. 19 മുതൽ 20 ലക്ഷം വരെ സ്ത്രീ യാത്രികർ ഇതിൽ ഉൾപ്പെടും. 4 മുതൽ 6 കോടി രൂപ വരെയാണ് ഇവരിൽ നിന്നുള്ള യാത്രാ ഇനത്തിൽ KSRTCക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മാസം സൗജന്യ യാത്ര അനുവദിച്ചാൽ 150 കോടി രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ബാധ്യത ഇനത്തിൽ വന്നു ചേരുന്നത്. പ്രതിവർഷം 2000 കോടി മുകളിലേക്കും നഷ്ടക്കണക്കുകൾ കുതിച്ചുവരും. KSRTCയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ സാരമായി ഈ നഷ്ടക്കണക്കുകൾ ബാധിക്കും. നിലവിൽ സൗജന്യ യാത്രയെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും ഹ്രസ്വ ദീർഘദൂര സർവീസുകളിലാണോ എന്നതിലും സ്ത്രീ യാത്രികരിൽ പ്രായപരിധി കണക്കാക്കിയാണോ എന്നതിലും വ്യക്തത വന്നിട്ടില്ല. അതിനാൽ തന്നെ തുടക്കത്തിൽ തന്നെ സൗജന്യ യാത്ര ഏത് വിധത്തിൽ ക്രമീകരിക്കുമെന്നതിൽ KSRTCയിൽ ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ ആശങ്ക പ്രകടിപ്പിച്ച് തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. ചർച്ച കൂടാതെ പദ്ധതി നടപ്പാക്കിയാൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. ജനം, തിരുവനന്തപുരം.